ലോകത്തിൽ ഏറ്റവും അധികം വൈദിക വിദ്യാർത്ഥികളുള്ള സെമിനാരി എവിടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ക്രൈസ്തവർ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ വൈദിക വിദ്യാർത്ഥികളുള്ള സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. നൈജീരിയയിലെ എനുഗുവിലുള്ള ബിഗാർഡ് മെമ്മോറിയൽ സെമിനാരിയിൽ 8 വ്യത്യസ്ത സഭകളിൽ നിന്നുള്ള 700-ലധികം സെമിനാരി വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഏറ്റവുമധികം ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നിടത്തുതന്നെ ഏറ്റവും കൂടുതൽ വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളത് പീഡനങ്ങൾക്കിടയിലാണ് വിശ്വാസം തഴച്ചു വളരുക എന്ന സത്യം ലോകത്തിന് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. 100 വർഷത്തിനിടയിൽ നിരവധി പുരോഹിതരുടെ രൂപീകരണത്തിൽ നിർണായക ഘടകമായിരുന്നു ഈ സെമിനാരി. നൈജീരിയയിലെ സഭയ്ക്ക് മാത്രമല്ല, സിയറ ലിയോണിനും കാമറൂണിനുവേണ്ടിയും ഈ സെമിനാരിയിൽ വൈദികാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 4 കർദിനാൾമാർ, 14 ആർച്ച് ബിഷപ്പുമാർ, 35 ബിഷപ്പുമാർ, ആയിരക്കണക്കിന് പുരോഹിതന്മാർ ഇവിടെ പരിശീലനം നേടി കടന്നുപോയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഈ സെമിനാരിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾ. ആഫ്രിക്കയിലെ മറ്റു പല സെമിനാരികളെയും പോലെ ഒരു മിഷണറിയുടെ ദീർഘവീക്ഷണത്താലാണ് ഇതും സ്ഥാപിക്കപ്പെട്ടത്. 1924-ൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണ നൈജീരിയയിലെ അപ്പസ്തോലിക് വികാരിയായ സ്പിരിറ്റൻ മിഷണറി ജോസഫ് ഷാനഹാനാണ്. ആദ്യം ഒനിച്ചയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തത്. പിന്നീട് ഇഗ്ബാരിയം, ഏഗെ, ഉഗുയി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി. പിന്നീട് ഇവിടങ്ങളിലെ സ്ഥലപരിമിതി കാരണം 1951-ൽ എനുഗുവിലെ നിലവിലെ സ്ഥലത്ത് എത്തിച്ചേർന്നു. മിഷൻ രാജ്യങ്ങളിലെ ദൈവവിളികൾക്കുള്ള വിശുദ്ധ പത്രയാസ് അപ്പോസ്തലന്റെ പൊന്തിഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനോടുള്ള നന്ദി സൂചകമായാണ് ജീൻ ബിഗാർഡ് എന്ന പേര് ഈ സെമിനാരിക്ക് നൽകാൻ തീരുമാനിച്ചത്. 1908 മുതൽ ലോകത്തിലെ എല്ലാ ഇടവകളിലും എല്ലാ വർഷവും നടക്കുന്ന വേൾഡ് മിഷൻ സൺഡേ കളക്ഷനിൽ നിന്നാണ് ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. ബോക്കോ ഹറാം പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും കൊള്ളസംഘങ്ങളിൽ നിന്നുമുള്ള ക്രിസ്ത്യൻ വിരുദ്ധ പീഡനങ്ങൾ കാരണം നൈജീരിയയിലെ സഭ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നു. 2008-ൽ സ്ഥാപിതമായ ഒരു ജനാധിപത്യ മനുഷ്യാവകാശ സംരക്ഷണ ഗ്രൂപ്പായ ഇന്റർസൊസൈറ്റിയുടെ കണക്കനുസരിച്ച് 2000 മുതൽ 6000 നൈജീരിയൻ ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. കത്തോലിക്കാ ശബ്ദങ്ങളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം നൽകുമെന്ന് വിശ്വസിക്കുന്ന കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ആയിരക്കണക്കിന് ആളുകളെ കണക്കിലെടുക്കുമ്പോൾ ഈ സംഖ്യ ഇതിലും കൂടുതലാണ്. കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും പ്രതിവർഷം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ കൊല്ലപ്പെടുന്ന ക്രൈസ്തവരിൽ ഏകദേശം 90% നൈജീരിയയിലാണ്. ഇത്തരം മോശം സാഹചര്യത്തിലും രാജ്യത്ത് ദൈവവിളികൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാശ പകരുന്നതാണ്.